28 വർഷത്തെ മാധ്യമ ജീവിതത്തിന് തിരശ്ശീലയിട്ട് എം വി നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനൽ എഡിറ്റർ പദവി ഒഴിഞ്ഞു. CPM-ൽ സജീവമാകാനാണ് ഉദ്ദേശം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് മത്സരിക്കാൻ നികേഷ് കുമാർ മാധ്യമ പ്രവർത്തനം ഉപേക്ഷിച്ചുവെങ്കിലും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം വീണ്ടും തിരിച്ചെത്തി. പൊതുരംഗത്ത് സജീവമാകാനാണ് മാധ്യമപ്രവർത്തനം ഒഴിയുന്നതെന്നും CPM അംഗമായി പൊതുരംഗത്ത് ഉണ്ടാകുമെന്നും നികേഷ് കുമാർ പറഞ്ഞു. ഏഷ്യാനെറ്റ്, ഇന്ത്യ വിഷൻ ചാനലുകളിൽ പ്രവർത്തിച്ച ശേഷമാണ് നികേഷ് റിപ്പോർട്ടർ ചാനൽ ആരംഭിക്കുന്നത്. ചാനൽ കൈമാറിയെങ്കിലും എഡിറ്റർ സ്ഥാനത്ത് തുടർന്നു. CMP നേതാവും മുൻ മന്ത്രിയുമായ MV രാഘവൻ്റെ മകനാണ്, നമുക്കറിയാം. ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ് മാധ്യമപ്രവർത്തന രംഗത്തേക്ക് നികേഷ് വരുന്നത്. ഇന്ത്യ വിഷൻ ചാനൽ തുടങ്ങിയപ്പോൾ അതിൻ്റെ CEO ആയി. തുടർന്നാണ് റിപ്പോർട്ടർ ചാനൽ തുടങ്ങുന്നത്. MV രാഘവൻ എന്ന രാഷ്ട്രീയ അതികായകൻ്റെ മകൻ എന്ന മേലുവിലാസത്തിൽ ആദ്യകാലത്ത് നികേഷിനെ അറിയപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീട് സ്വന്തമായ മേലുവിലാസമുണ്ടാക്കിയ ആളാണ് നികേഷ് കുമാർ. 2016 മാധ്യമപ്രവർത്തനം ഉപേക്ഷിച്ച് നികേഷ് കുമാർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ സംഭവിച്ച അപ്രതീക്ഷിത തോൽവിയാണ് അദ്ദേഹത്തെ വീണ്ടും മാധ്യമപ്രവർത്തനത്തിലേക്ക് മടക്കിക്കൊണ്ടുപോയത്. അന്ന് പാർട്ടി ചിഹ്നത്തിലാണ് നികേഷ് മത്സരിച്ചത്. 2287 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. അഴീക്കോട് മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് നേതാവ് MK ഷാജിയായിരുന്നു വിജയിച്ചത്. എല്ലാ കാലത്തും തൻ്റെ ജീവിതത്തിൽ രാഷ്ട്രീയമുണ്ടായിരുന്നുവെന്ന് നികേഷ് കുമാർ ഇപ്പോഴും പറയും. ഒരു പൗരൻ എന്ന നിലയിൽ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിവിധ രീതിയിൽ നിലകൊള്ളാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി CPM അംഗമായി പ്രവർത്തിക്കും. റിപ്പോർട്ടർ TV ഞാൻ ജന്മം നൽകിയ സ്ഥാപനമാണ്. എൻ്റെ കരുതലും സ്നേഹവുമെല്ലാം എല്ലാ കാലത്തും റിപ്പോർട്ടറിനൊപ്പം ഉണ്ടാകും. ചാനലിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് പൊതുപ്രവർത്തനത്തിൽ സജീവമാകുന്നതിലെ തടസ്സം കൊണ്ടാണ് ഈ തീരുമാനമെന്നാണ് നികേഷ് കുമാർ പറഞ്ഞത്. അഴീക്കോട് പാർട്ടി ചിഹ്നത്തിൽ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ നികേഷ് CPM അംഗമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കുമെന്ന് ആദ്യഘട്ടത്തിൽ കേട്ടിരുന്നെങ്കിലും ചാനൽ ചുമതലകൾ അതിന് തടസ്സമായി. ചുമതലകൾ ഒഴിഞ്ഞതോടെ ഇനി നികേഷിനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം.